അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പം തൃക്ലയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. ഇതൊരു വലിയ അമ്പലമാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു അമ്പലത്തിനെ പറ്റി കേൾക്കുന്നതും വരുന്നതൊക്കെ കേട്ടോ. അടിപൊളി അമ്പലമാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിനാണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു അമ്പലമാണ്. അപ്പം ഞങ്ങളിതായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രൻസിൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് പ്രതിമകളും സ്റ്റെപ്സൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു രസം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ എൻ്റെ ക്യാമറയിൽ അത്രമാത്രം ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭംഗി എക്സാക്റ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. മറ്റേ തിരുവാതിര മെഗാ തിരുവാതിര നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആ ഒരു ഡ്രസ്സ് കോസ്റ്റ്യൂമിൽ എല്ലാവരും കൂടി ഒരു പച്ച ബ്ലൗസായിരുന്നു, എന്നിട്ട് സെറ്റ് സാരി കൊടുത്തവരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. അമ്മമ്മമാരും അടക്കമുണ്ട്, കുട്ടികളുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് എന്ന് പറയുന്നത് ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും അതുപോലെ തന്നെ അച്ചാറും ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പം ഈ ചേച്ചിമാരുടെ ഭജന ഉണ്ടായിരുന്നു കേട്ടോ. ഭക്തിഗാനങ്ങളുടെ ഒരു ഭജന ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കേട്ടിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പതിവ് പോലെ തന്നെ ഞാൻ ക്യാമറാമാനായിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ എല്ലാ ഭാര്യമാരും മക്കളും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ കുട്ടേട്ടൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കുട്ടേട്ടന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, അവിടുത്തെ സെറ്റിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി സെറ്റിങ്സ് ആയിരുന്നു കേട്ടോ. മോണിറ്റർ ചെയ്യാൻ ആളും ഉണ്ടായിരുന്നു. നല്ല 2 വലിയ സ്പീക്കേഴ്സായിരുന്നു. നല്ല എന്താ പറയുക, നല്ല മുട്ടാണ് പുറത്തേക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ. അടിപൊളി സെറ്റിങ്സ് നമുക്ക് ഇതുവരെ കിട്ടിയതിനേക്കാൾ ഒരുപാട് നല്ലൊരു സെറ്റിങ്സ് ആയിരുന്നു അവിടുത്തെ പറയുകയാണെങ്കിൽ. ഇവരുടെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഗാംഭീര്യത്തോടു കൂടി പുറത്തേക്ക് നല്ല രസത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു സെറ്റിങ്സ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ഇവരുടെ പാട്ടൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങളിതാ കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ്. കുറച്ച് സ്റ്റാർട്ടിങ്ങിലേക്കാണ് നമ്മൾ കാർ ഇട്ടിരിക്കുന്നത്. അവിടെ ഒന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.